Praise the Lord. Hallelujah. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്ന ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിന് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज की यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:30 ഹാർവെസ്റ്റ് ടിവിയിൽ കൂടെ ഈ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. और हर शुक्रवार को सुबह 7:30 बजे हार्वेस्ट टीवी के माध्यम के द्वारा यीशु में समृद्धि का ये एपिसोड जो है वो टेलीकास्ट किया जाता है. എൻ്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഫരീദാബാദിൽ ഹരിയാനയിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മിനിസ്ട്രിക്കും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്കും ജീസസ് കിച്ചന്, ഫാദർ ടു ഫാദർലെസ്, ചാരിറ്റബിൾ വർക്ക്, സ്ട്രീറ്റ് ഇവാഞ്ചലിസം സ്ട്രീറ്റ് ഇവാഞ്ചലിസത്തിനെയും ചാരിറ്റിയെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് പറയുന്നതായിരിക്കും. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങേയും കുടുംബത്തെയും കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹം നിറഞ്ഞ ദിവസമായി മാറട്ടെ. और इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके फरीदाबाद में जो हरियाणा स्टेट में पड़ता है वहाँ मिलके हम सेवकाई करते हैं. मैं आपसे अनुरोध करता हूँ कि आप मेरे लिए, परिवार के लिए, कलीसिया के हर एक सेवकाई के लिए, चाहे वो जीसस किचन हो, फादर टू फादरलेस हो, सुसमाचार के जो कार्य हैं उन सब के लिए आप प्रार्थना करते रहिएगा. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേ കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത് കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിൽ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 മേലുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്ക് കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓണിയും അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെയും മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു, ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സബ്ജക്റ്റ്, ഒരു ടീച്ചിങ് തുടങ്ങിയിരുന്നു. ഷെയറിങ് ദ ഗോസ്പൽ ആൻഡ് സെർവിങ് ദ ലോഡ് ക്യാൻ ബ്രിങ് അസ് ബ്ലെസ്സിങ് ആൻഡ് ഡെലിവറൻസ്. ദൈവവചനം ഷെയർ ചെയ്യുന്നതും, ദൈവവചനം മറ്റുള്ളവരുമായിട്ട് സുവിശേഷം ഷെയർ ചെയ്യുന്നതും, മറ്റുള്ള ദൈവരാജ്യത്തിലേക്ക് വേണ്ടി നമ്മൾ സെർവ് ചെയ്യുന്നതും, ഈ 2 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്ങുകളും നമുക്ക് വിടുതലും കൊണ്ടുവരും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥനകളിൽ കൂടെ, പ്രാർത്ഥനകൾ കൊണ്ടുവരും വിടുതലും അനുഗ്രഹങ്ങളും, ഹീലിങ്ങുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഹീലിങ്ങിന് എക്സാക്റ്റ് മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല, രോഗശാന്തി, അതെല്ലാം കൊണ്ടുവരും. പക്ഷേ ഏറ്റവും വലിയ ലെവലിലേക്ക് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് 2 കാര്യങ്ങൾ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുന്നതും, മറ്റുള്ളവരുമായി യേശു കർത്താവിന് വേണ്ടിയിട്ട് ദൈവവേല ചെയ്യുന്നതും, ഇത് 2 നമുക്ക് പെട്ടെന്നൊരു വിടുതലും ഒരു രോഗശാന്തിയും കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. और पिछले जो हफ्ते जो एपिसोड में हमने ये संदेश को सीखा
कि कैसे हम जब परमेश्वर के सुसमाचार को फैलाते हैं या परमेश्वर की जो सेवा जब करते हैं तो परमेश्वर हमें छुटकारा देता है, हमें चंगा करता है। और मैं हमेशा एक चीज़ कहता हूँ कि हमारे लिए जो ईजी वे परमेश्वर ने रखा है हमारे हीलिंग के लिए, डिलीवरेंस के लिए, छुटकारे के लिए, हमारी बढ़ोतरी के लिए, हमारे ब्रेक थ्रूज के लिए, जो परमेश्वर ने ईजी रास्ता रखा है वो है परमेश्वर का सुसमाचार फैलाना और परमेश्वर के लिए सेवा करना। जब हम ऐसे करते हैं हमारा जो प्रार्थना विषय है वो जल्दी सुना जाता है, हमारे लिए परमेश्वर ईजी रास्तों को तैयार करता है। कई बार लोग क्या है वो प्रार्थना में बहुत समय बिताते हैं। प्रार्थना करना बहुत अच्छी बात है, हमें करना भी चाहिए, बट प्रार्थना करते हुए हमें परमेश्वर के राज्य के लिए हमें सुसमाचार को फैलाना है और परमेश्वर के लिए हमें सेवा करना है। ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച വിഷയം എന്ന് വെച്ചാൽ നമാൻ്റെ ആ കുഷ്ഠരോഗം ഉണ്ടായിരുന്ന നമാൻ്റെ വീട്ടിലെ ആ പണിക്കാരി പെണ്ണ് നമാന് സുവിശേഷം ഷെയർ ചെയ്തു. അവന് ഒരാളെ ഭവിഷ്യവക്താവിൻ്റെ അടുത്തോട്ട് അയച്ചു, ഒരു പാസ്റ്ററിൻ്റെ അടുത്തോട്ട് അയച്ചു, എലൈഷ പാസ്റ്ററിൻ്റെ അടുത്തോട്ട് അയച്ചു. അവിടുന്ന് അനുഗ്രഹം കിട്ടി തിരിച്ചു വന്നു. ഉറപ്പായിട്ടും അവളെ പിന്നെ മോളായിട്ടാണ് നമാൻ ട്രീറ്റ് ചെയ്തത്. എനിക്ക് ഉറപ്പാണ് അവളെ അഡോപ്റ്റ് ചെയ്ത് കാണുമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അവളെ ഫ്രീ ആയിട്ട് വിട്ട് കാണുമെന്ന്. അവളോട് പറഞ്ഞാണ് നിനക്ക് ഇനി പണിക്കാരിയല്ല, കാരണം നീ എനിക്ക് അനുഗ്രഹം കൊണ്ടുവന്നു. സോ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത്, കർത്താവിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിലും അത് മിറക്കിളും അത്ഭുതങ്ങളും കൊണ്ടുവരാൻ കാരണമാക്കും. നിങ്ങൾ ഓഫീസിൽ പണി ചെയ്യുന്ന, ഓഫീസിൽ ബിസിനസ്സിൽ മേളിൽ ജോലി ചെയ്യുന്നവരോടും കൂടെ ജോലി ചെയ്യുന്നവരോടും താഴെ ജോലി ചെയ്യുന്നവരും എല്ലാവരോടും സുവിശേഷം ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെയും കുടുംബത്തെയും, നിങ്ങൾക്ക് വേണ്ട ഡെലിവറൻസ്, ചിലർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ളൊരു വിടുതലായിരിക്കും, ചിലർക്ക് വേണ്ട അസുഖങ്ങളിൽ നിന്നുള്ളവരായിരിക്കും, ചിലർക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായിരിക്കും, ശാന്തി സമാധാനമില്ല. പക്ഷെ നമ്മൾ ആ കർത്താവിൻ്റെ ദൈവവേല ചെയ്യുന്ന സമയത്ത് അത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. കാരണം തമ്പുരാനായ ദൈവത്തിൻ്റെ മകനെ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നവരെ എല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് കർത്താവ്. और जैसे पिछले हफ्ते हमने सीखा नमान कोड़ी के बारे में कि कैसे उसके घर में जो लड़की जो काम कर रही थी वो एक दासी थी। उसने जब सुसमाचार को फैलाया, उसने बताया कि उस भविष्यवक्ता के पास जाएगा जो मेरे देश में रहता है, उससे जाके अगर तू मिलेगा तो तू भी चंगा हो सकता है। और नमान ने उस बात को सुना, वो गया और भविष्यवक्ता ने जो कार्य बोला वो किया, वो वापस आया, चंगा होके आया। और मेरा विश्वास है कि नमान जब वापस आया अपने घर में, उसने उस दासी को फ्री कर दिया होगा। उसने बोला होगा कि तेरे ही कारण मैं कोढ़ी था, बट तेरे कारण मैं कोढ़ से जो है मैं चंगा हो गया हूँ। हो सकता है उसको बहुत सारे आशीषों के साथ ब्लेस किया, सोने के साथ ब्लेस किया होगा, कपड़ों के साथ ब्लेस किया होगा। मुझे लगता है हो सकता है नमान ने बोला होगा अब तू दासी नहीं, अब तू मेरी बेटी बन जा। उसके पोजीशन को नमान ने बढ़ाया होगा। उसी प्रकार जब हम भी परमेश्वर के लिए कार्य करते हैं, हम सुसमाचार को फैलाते हैं, हम सेवा करते हैं, परमेश्वर हमारे ओहदे को बढ़ाता है, परमेश्वर हमारे स्थान को बढ़ाता है, परमेश्वर बड़े कार्य को हमारे जीवन में करता है। ഹല്ലേലൂയ. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ വന്നതാണ്. ഞാനൊരു നായർ, ഞാൻ കുറുപ്പ്, ഇദ്ദേഹം മേനൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്ന് ദൈവത്തിനെ അറിഞ്ഞു. ഞങ്ങളുടെ പല കുടുംബങ്ങളുടെയും റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ നോക്കുന്ന സമയത്ത് അവർക്കൊക്കെ ചില ബോണ്ടേജുകളുണ്ട്. അത് കുടുംബപരമായി ജനറേഷനിൽ കൂടെ നടക്കുന്നു. ചില അസുഖങ്ങൾ, ചില റിലേഷൻഷിപ്പ് ഇഷ്യൂകൾ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും രതിയും ഞങ്ങളുടെ കുടുംബത്തിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. റിലേഷൻഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ടത്, ഹസ്ബൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ടത്, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്, മറ്റുള്ളവർക്കുള്ള തലവേദനകളോ അതൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയ ശേഷം, ദൈവരാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയ ശേഷം ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന മെസ്സേജ്, സോ ഇത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളും കുടുംബം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. और पाशी का जो जन्म है वो एक मसीह परिवार में नहीं हो, वो हिंदू थे। और वैसे ही मेरा भी जन्म जो है, हम बाय बर्थ जो है वो मसीह में नहीं है, बट परमेश्वर ने हमें अपने पास बुलाया। और मैं अब देखता हूँ, मैं अपने परिवार को देखता हूँ, अपने भाइयों को, रिश्तेदारों को जब देखता हूँ, उनके जीवन में बहुत सारे ऐसी बंधुआई हैं, ऐसे कार्य हैं और छुटकारा नहीं है उनके जीवन में। बट हमारा जो जीवन है, हमारा शादी हो, परिवार हो, हम लोग ब्लेस्ड हैं। क्यों ब्लेस्ड हैं? क्योंकि हम सुसमाचार को फैलाते हैं, हम परमेश्वर के लिए कार्य करते हैं, इसीलिए परमेश्वर ने हमें ब्लेस किया है। ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 5 1 മുതൽ 11 വരെയുള്ള ഇതൊന്നും എനിക്കൊരു പഠിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, കാരണം ഞാൻ ഒരു ബിസിനസ് ചെയ്തു വന്ന ഒരാളാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ലൂക്കോസിന്റെ പീറ്ററിനെ കുറിച്ച് പഠിക്കുന്ന വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എനിക്ക്. നമുക്കൊന്ന് പഠിക്കാം. ലൂക്കിന്റെ അധ്യായം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 1 to 11. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കുന്നതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കിയാൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്ന അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിന് എന്ന്
പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബേദി മക്കൾക്കും അവിടം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാവുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അതിൽ ഹിന്ദിയിലൊന്ന് വായിക്കണമെന്ന് വെച്ചാൽ 6 ഒന്ന് വായിച്ചേക്കാം. आज जो वचन हम सीखेंगे लूका 5 के 1 से लेकर अगर 11 तक आप पढ़ सकते हैं, मैं 6 पढ़ूंगी। जब उन्होंने ऐसा किया तो बहुत मछलियां घेर लाए और उनके जाल फटने लगे। ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ, പീറ്റർ ഒരു ദിവസം രാത്രി വലയും മീനും കൂട്ടുകാരെല്ലാം പിടിച്ചു മീൻ പിടിക്കാൻ പോയി. അന്ന് രാത്രിയിൽ ഒന്നും കിട്ടിയില്ല, ഡീസലിന് പോലുള്ള പൈസ കിട്ടിയില്ല. പീറ്റർ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, കൂടെ വന്നവർക്ക് കൊടുക്കാനൊന്നുമില്ല, പൊട്ടിയ വല നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ എങ്ങനെ പോകും, പ്രശ്നം. അപ്പം കർത്താവായ തമ്പുരാൻ യേശു ആ സമയത്ത് ആ തടാകത്തിൻ്റെ, സമുദ്രമല്ല അത്, എന്താ പറയുന്നത്, തലാബ് അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നദി എന്ന് പറയാൻ പറ്റത്തില്ല, തടാകം, അതിനടുത്ത് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആളുകൾ തിക്കും തിരക്കുമായ കാരണം കർത്താവ് പീറ്ററിനോട് റിക്വസ്റ്റ് ചെയ്തു, നിനക്ക് നിന്റെ ബോട്ട് അല്ലെങ്കിൽ നിന്റെ ആ വള്ളം എനിക്ക് കുറച്ച് നേരത്തേക്ക് തരണം. അപ്പം കർത്താവ് വള്ളത്തിലോട്ട് കയറി ഇന്ന് കുറച്ചങ്ങോട്ട് മാറി എന്ന് വചനം പറയാൻ തുടങ്ങി. വചനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പീറ്ററോട് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, എല്ലാം ഖാലിയാ, എൻ്റെ ലൈഫിൽ അനുഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം ദൈവം പറഞ്ഞു, നീ വീണ്ടും പോയി വലയിടാൻ. അപ്പോൾ പീറ്റർ പറഞ്ഞു, കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഇത്രയും നേരം പല കാര്യങ്ങൾ ചെയ്തു, ഒരു മീനെ പോലും കിട്ടിയില്ല, പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പീറ്റർ പറഞ്ഞു, ശരി, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിടാം. പീറ്റർ അങ്ങനെ വലയിട്ടു, ഒത്തിരി മീനെ കിട്ടി. പീറ്ററിന് വീണ്ടും കൂട്ടാളികളെ വരെ വിളിക്കേണ്ട ആവശ്യം വന്നു. അതിൽ എഴുതിക്കുന്ന സംഭ്രമം പിടിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഇത്ര അനുഗ്രഹങ്ങൾ ഇതുവരെ പിടിക്കാത്ത രീതിയിലുള്ള പിടുത്തം കിട്ടി. അത് കഴിഞ്ഞിട്ട് പീറ്റർ പറഞ്ഞ, കർത്താവെ, അവരെല്ലാം വിട്ടിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വിട്ടു. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. और जब आप ये पढ़ेंगे इसमें आपको ये समझ आएगा, जो पतरस है वो व्यवसाय करता था, और मुझे बहुत ही अच्छा लगता है पतरस के बारे में सीखना, क्योंकि मैं भी एक व्यवसाय करके आया एक बंदा हूँ, तो पतरस के जीवन से सीखना मुझे बहुत ही अच्छा लगता है। तो पतरस क्या है, उस रात को वो अपने मछुआरी करके जब वापस आया तो उसने एक भी मछली नहीं पकड़ा, और उसी झील के साइड पे जब कोने में आके उसने अपने बोट को या अपने नाव को जब पार किया, तो वहीं पे यीशु मसीह जो है लोगों को सुसमाचार फैला रहा था। और यीशु मसीह के ऊपर, क्योंकि भीड़ बहुत ज्यादा थी, तो लोग जो थे वो यीशु मसीह के ऊपर गिर रहे थे, और यीशु मसीह ने देखा कि वहां पे नावें रखी हुई हैं, और यीशु मसीह ने पतरस को बुलाया और बोला कि भाई तू अपने नाव को मुझे दे दे, क्योंकि मुझे इन लोगों को सुसमाचार फैलाना है, मुझे उपदेश देना है। और थोड़ा सा झील से थोड़ा सा अंदर जाकर यीशु मसीह ने उसी के पतरस के उस नाव में खड़े होके लोगों को वचन को सुनाया, लोगों को चंगा किया। अद्भुत कार्य यीशु मसीह ने उन भीड़ के बीच में किया। और उसके बाद जब यीशु मसीह ने पतरस को पूछा कि भाई क्या हुआ, तो पतरस ने बोला कि बहुत प्रॉब्लम है, पूरी रात हमने मेहनत किया बट एक भी हमने मछली को नहीं पकड़ा। हो सकता है उस दिन पतरस जो है डीजल का भी पैसा नहीं कमा के आया होगा, पतरस निराशा में होगा, क्योंकि उसके साथ भी जो लोग गए उनके लिए भी कुछ खाने के लिए नहीं था। हो सकता है उनका खर्चा निकालने के पास भी पतरस के पास पैसा नहीं होगा। तो पतरस बहुत ही निराशा में था, और यीशु मसीह ने उसको एक चीज बोला कि पतरस, अब दोबारा इस तू अपनी जाल को दोबारा अंदर ले चल, झील के अंदर लेके चल, और दोबारा अपने मछली को, जो जाल को डाल। और पतरस ने बोला कि प्रभु ऐसे कैसे हो सकता है, बट फिर भी अगर तू मुझे कहता है तो मैं करके दिखाऊंगा। तो उसने जब अपने जाल को डाला, वचन कहता है उसने बहुत सारी मछलियों को पकड़ा, और इतना ज्यादा था कि उसको अपने दोस्तों को बुलाना पड़ा कि वो भी आए, उनको हेल्प किया। और उसके बाद पतरस पूरी मछलियों को पकड़ के आया, और उसके बाद पतरस ने एक निर्णय लिया। पतरस ने बोला कि अब से यीशु मैं तेरे पीछे चलूंगा, और परमेश्वर ने पतरस को बोला कि अब से तू मछलियों को पकड़ने वाला नहीं, बट अब से तू मनुष्य को पकड़ने वाला होगा। ഹല്ലേലൂയ. പീറ്റർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു. പീറ്റർ അന്നേരം വള്ളം ദൈവം ചോദിച്ചതുകൊണ്ട് വള്ളം കൊടുത്തു. പുള്ളി പറഞ്ഞില്ല, ഞാൻ തരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ 500 രൂപ വാടക താ, ഇന്നത്തെ പെട്രോൾ പോലും കിട്ടിയില്ല, ഒന്നാമത് മീൻ കിട്ടാതിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നത് അത് ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഫ്രീ ആയിട്ട് ആർക്കും ഒന്നും കൊടുക്കത്തില്ല, അതും ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ പീറ്റർ ദൈവത്തിന് പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോമായിട്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നമ്മളും നമ്മുടെ ബിസിനസ്, നമ്മുടെ വീട്, കുടുംബ പ്രാർത്ഥനകൾ മാത്രമല്ല,
ലൈഫ് ഗ്രൂപ്പ് ചെയ്യുന്ന, സെൽ ഗ്രൂപ്പ് ചെയ്യുന്ന, കെയർ സെല്ല് നടത്തുന്നത് എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ 19 പേരെ വിളിച്ചു കൂട്ടി അടുത്തുള്ളവരെ, എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ബന്ധുക്കളും അറിയാവുന്ന ചർച്ചിലെ കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും അല്ല, സുവിശേഷം അറിയാത്ത, കർത്താവിനെ അറിയാത്ത അയൽക്കാരെ, റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിങ്ങുകൾ ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി വീട് ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ സമാധാനം വന്നു തുടങ്ങും. കടയിൽ നിങ്ങൾക്ക് 50 ജോലിക്കാരുണ്ടായിരിക്കും, അവരെ വിളിച്ചു കൂട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം, പാസ്റ്ററിനെ വിളിച്ചിട്ട് പറ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുന്നു, വചനം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആ ബിസിനസ്സിലും കുടുംബത്തിലും അനുഗ്രഹങ്ങൾ വരും. അത് ചെയ്യുന്നവരുടെ കുടുംബത്തിലും ബിസിനസ്സിലും അനുഗ്രഹങ്ങൾ വരും. ഞാനിത് കണ്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്, ബിസിനസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് മുതൽ ഉപയോഗിക്കുക. നമുക്ക് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ എന്തുണ്ട്? കാരണം പീറ്ററിൻ്റെ കടയിൽ എന്ന് വിചാരിച്ചോ, ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരായിരിക്കും, കടയിൽ ഇപ്പം നിങ്ങളും ഈച്ചയും അല്ലാതെ വേറെ ആരും വിസിറ്റേഷൻ വരുന്നില്ല. ചിലർ പറയും കുറച്ച് എലിയും കൂടെ ഉണ്ട് പാസ്റ്ററെ, കുറച്ച് എലിയും. നിങ്ങൾ വൈകുന്നേരം പോകാൻ നേരത്ത് ഡ്രോയിൽ തുറന്നു നോക്കും, അതിൽ 50 രൂപ പോലും ഇന്നത്തെ ദിവസം സെയിൽ കാണത്തില്ല. കടക്കാർ അതിനേക്കാളും കൂടുതൽ നിൽക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആ ബിസിനസ്സിനെ വീടിനെ കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ചിലപ്പം ദൈവവുമായിട്ട് ഒരു ഡെലിവറൻസ് അല്ലെന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ ആ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നത്. കാരണം ചില ആളുകൾ ഒത്തിരി എക്സ്ട്രീം ബിസി ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിനും സമയമില്ല, ബിസിനസ്സുകാർക്ക് സമയമില്ല, വീട്ടുകാർക്ക് സമയമില്ല. ചിലപ്പം ഖാലിയായിട്ട്, ചിലപ്പോൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ജീവൻ ചില പ്രതിസന്ധികളിൽ കൂടെ പോകുന്നത് നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാനായിരിക്കുക. സോ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സെർവിങ് ദ ലോർഡ്, കർത്താവിനെ, ദൈവരാജ്യത്തിനെ, സഭയെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത്, കർത്താവിനെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിടുതൽ കിട്ടും. അന്ന് വരെ ഖാലിയായിരുന്ന പീറ്ററിൻ്റെ ബോട്ട് കർത്താവ് അനുഗ്രഹിച്ച് നിറച്ചു. और जब हम पढ़ते हैं पतरस ने जब परमेश्वर को अपना नाव दिया तो उसका नाव खाली था, वो मेहनत करके आया था, थका हुआ था, बट जब परमेश्वर ने को उसने अपना नाव दिया, परमेश्वर ने उसके नाव को भरा. कई बार जो है जब हम अपने जीवन में, हमारा जीवन हो सकता है आज खाली होगा, आप व्यवसाय करते होंगे, आपका व्यवसाय आज खाली होगा, आप बोलते होंगे कि पास जी थोड़ी जब मैं शटर खोलता हूँ तो थोड़ी मक्खियाँ और हो सकता है थोड़े चूहे आपके दुकान में आते होंगे, कोई कस्टमर नहीं है, कोई क्लाइंट नहीं है, खाली है, नुकसान में है, कर्जे में हो सकते हैं आप. बट जिस दिन आपने ये डिसीजन, ये निर्णय ले लिया कि अब से मैं अपना घर, हो सकता है आपने अपना घर अब तक परमेश्वर के राज्य के लिए दिया नहीं होगा, प्रार्थना के लिए आपने पासवान को कब बुलाया कि पासवान को आके बोला कि पासवान जी हमारे घर में, पासी आके आप हमारे घर में प्रचार करो, मैं 2-3 लोगों को और बुलाऊंगा और आप सुसमाचार को फैलाओ. आपने अपने घर को खोला, आप व्यवसाय करते हैं, आपने अपने व्यवसाय को खोला यीशु मसीह को सुसमाचार के लिए. और जो भी चीज आप यीशु मसीह को देते हैं, यीशु मसीह उसको बरकत देता है, उसमें अनुग्रह देता है, उसको भरता है और आपको खाली नहीं रखता. मैं आज ये आपको कहना चाहता हूँ कि जब आप परमेश्वर के लिए सेवा करते हैं, आप सुसमाचार को फैलाते हैं, उसके पीछे परमेश्वर बहुत सारे बरकतों को आपके जीवन में देता है. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മൾ നോക്കിയാൽ മീൻപിടുത്ത വ്യവസായമായിട്ട് നിൽക്കുന്നവരിൽ പലരും ഒത്തിരി പൈസ ഉണ്ടാക്കുന്നവരുമുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ലെവലിൽ പണക്കാരായിട്ടുള്ളവരും മീൻ വ്യവസായത്തിൽ കൂടെ നിൽക്കുന്നവരും ഏറ്റവും കൂടുതൽ ദരിദ്രത അനുഭവിക്കുന്നവരും ഈ വ്യവസായത്തിൽ കൂടെ നിൽക്കുന്നവരാണ്. മീൻ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന പോലെ പോയാലും മീൻ വലയിൽ കിട്ടത്തില്ല. സമയവും, കാരണം അതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ദൈവത്തിൻ്റെ കാര്യം, ദൈവം പീറ്ററിനും കർത്താവിനും ടാക്സ് അടയ്ക്കാൻ പൈസ വേണ്ട സമയത്ത് ദൈവം പീറ്ററിനോട് പറഞ്ഞു, പോയി ആ മീനെ പിടിക്ക്. അവൻ പോയി മീനെ പിടിച്ച് ആ മീൻ്റെ വായിൽ നിന്ന് സ്വർണം കിട്ടി. അപ്പം കർത്താവ് പറയുന്ന സമയത്ത് സ്വർണ്ണമുള്ള മീൻ എവിടാണ്? ചിലപ്പോൾ ഏതെങ്കിലും ബോട്ട് തകർന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പോയി അങ്ങനെ പോയ താഴെ കിടക്കുന്ന കോയിൻ എടുത്ത് വായിലിട്ട് വന്നിരിക്കുന്ന മീനായിരിക്കും. വേറൊരിടത്ത് ദൈവവചനം എഴുതിയിട്ടുണ്ട് 153 വലിയ മീനുകളെ കിട്ടി. വലിയ മീൻ എന്ന് വെച്ചാൽ ഒരു മീൻ ചിലപ്പം നമുക്കറിയാമല്ലോ അയിലയും മത്തിയും തന്നെ എത്ര കിലോ വിലയാണ്. പക്ഷെ വലിയ മീനുകളെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം സമുദ്ര മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ ലക്ഷക്കണക്കിന് വിലയുള്ള മീനുകളെ കൊടുത്ത് കാണും ദൈവം. സോ കർത്താവ് ഡെലിവറൻസ്, ഫൈനാൻഷ്യലി നമ്മളെ രക്ഷിക്കാൻ ദൈവമുള്ള കർത്താവ് ആണ്. അതിനെല്ലാം കീ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ബിസിനസ്, നമ്മുടെ കയ്യിലുള്ള ജോലി, നമ്മുടെ കയ്യിലുള്ള സെർവിങ്, അതെല്ലാം ദൈവരാജ്യത്തിലേക്ക് കൊടുക്കുക. കർത്താവ് നമ്മളെയും കുടുംബത്തെ അനുഗ്രഹിക്കും. और जैसे पतरस ने जब अपने नाव को दिया यीशु मसीह को, परमेश्वर ने पतरस को जो है आशीषित किया. आप जानते हैं जैसे केरला में बहुत सारे मछुआरे हैं, कुछ मछुआरे हैं जो थोड़ा थोड़ा कमाते हैं और कुछ तो ऐसे मछुआरे हैं जो लाखों करोड़ों में कमाते हैं. वो कैसे होता है? क्योंकि मछलियां तो उसी समुद्र में है, वो परमेश्वर का ही हाथ है. क्योंकि उन मछलियों को उसी नाव में आना, उसी जाल में आके फंसना, ये कौन नियुक्त करता है? ये परमेश्वर ही नियुक्त करता है. समयों को परमेश्वर नियुक्त करता है, सीजन को, ऋतुओं को परमेश्वर नियुक्त करता है. और परमेश्वर के नियुक्त करने के अलावा कुछ भी हम करें उसमें सफलता नहीं प्राप्त कर सकते. हम जानते हैं कि जब पतरस को और परमेश्वर को
जब अपना कर दे रहा था, उस टाइम पे परमेश्वर ने पतरस को बोला, जाओ, मैंने उस समुद्र में एक मछली को नियुक्त किया है, और उसके मुंह में जो है, जब तू उसको पकड़ेगा, उसके मुंह से सोने का जो है सिक्का मिला, और सोने का सिक्का लेके जाके उन्होंने उस कर को जो है दिया। उसी प्रकार उस मछली के मुंह में सोना आना और वो मछली पतरस के नाम में फंसना, वो कौन नियुक्त करता है? वो परमेश्वर ने ही नियुक्त किया। एक जगह में लिखा है कि जब उन्होंने मछुआरा किया, उन्होंने मछलियों को पकड़ा, तो 153 जो मछलियां हैं, वो भी बड़ी बड़ी मछलियां जो है, 153 मछलियां जो है उनके जाल में आके फंसी। ये नहीं लिखा छोटी छोटी मछलियां, बट लिखा है बड़ी बड़ी मछलियां। मुझे लगता है वो नहीं आइला या मत्ती जो थोड़े थोड़े होते हैं, बट लाखों में जो बिकते हैं, वो वाली मछलियां उनके जाल में आके फंसी, और जैसे उनको मिला उन्होंने जाके बेचा और वो आशीषित हुए। उसी प्रकार जब हम अपने जीवन को, हम अपने कार्यों को, हम अपने तोड़ों को परमेश्वर के हाथों में देते हैं, परमेश्वर हमें आशीषित करता है, परमेश्वर हमें बरकत में लेके जाता है। അതുപോലെ പീറ്റർ സെർവിങ് അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നെ പറഞ്ഞ് ഞാൻ ഇതെല്ലാം വിട്ട് ബിസിനസ് സക്സസ്ഫുൾ ആയി തുടങ്ങി. ലക്ഷക്കണക്കിൻ്റെ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊന്നും നടക്കുന്നില്ലായിരിക്കും. ആ വർഷം അതെല്ലാം കിട്ടി. വീട്ടിൽ പറഞ്ഞാൽ ഞാനിതെല്ലാം വിട്ട് നിൻ്റെ പുറകെ നടക്കുക. ഗ്രേറ്റർ കോളിങ്ങിലൂടെ പോകണം. ഞാനും എൻ്റെ വൈഫ്, ഞങ്ങൾ 2011 മുതൽ 2022 വരെ ഫുൾ ടൈം ബിസിനസ് ആയിരുന്നു. 2018 ചർച്ച തുടങ്ങി. 22 ഞങ്ങൾ ബിസിനസ് ക്ലോസ് ചെയ്തു. കാരണം ദൈവം ആ സമയത്ത് പറഞ്ഞു, ഫുൾ ടൈം എൻ്റെ പ്രസൻസിൽ, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരിക. കാരണം ഇന്ന് സഭയിൽ ഞങ്ങൾക്ക് ഫുൾ ടൈം നിൽക്കേണ്ട ആവശ്യമുണ്ട്. മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ എല്ലാം, സ്റ്റാഫ് ഉണ്ട് ചർച്ചിൽ. സോ ഞങ്ങളത് ഫുൾ ടൈമിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വേണ്ടി വന്നു. ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്ത് എലൈജ ഫോളോ ചെയ്ത പോലെ ഉള്ള ബിസിനസ്സിലെല്ലാം വെട്ടി കൊടുത്ത പോലെ ഞങ്ങളും ക്ലോസ് ചെയ്തു. ഞങ്ങളത് വിറ്റൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തു, കർത്താവിൻ്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനും രതിയും അനുഗ്രഹങ്ങളും പല ഡെലിവറൻസുകളും പ്രശ്നങ്ങൾ ഒത്തിരിയെല്ലാം ഞങ്ങളത് ഒരു ഡെലിവറൻസ് അല്ലെന്നൊരു വിടുതൽ കിട്ടി അതിന് ശേഷമാണ്. സോ സെർവിങ് ഒരിക്കലും ആദ്യം ഒരു ചെറിയ ലെവലിലല്ല, അതിന് ഓരോ ദിവസങ്ങളും, ഓരോ വർഷങ്ങളും, ഓരോ മാസങ്ങളും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം നമ്മൾ. और जैसे आप जब उसी वचन को आगे पढ़ते, उसमें लिखा है पतरस ने बहुत सारी मछलियों को पकड़ा, उसने जाके बेचा, उसने पैसों को कमाया, बट सब कुछ करने के बाद उसने एक चीज आके यीशु को बोला कि यीशु, अब से मैं अपने व्यवसाय को छोड़ रहा हूँ और अब मैं तेरे पीछे चलने का निर्णय ले रहा हूँ। ये बहुत ही बड़ा एक निर्णय जा तो पतरस ने परमेश्वर के सामने लिया, और पतरस ने बोला, मैं सब कुछ छोड़ रहा हूँ, मैं अपने पैसों को, अपने घर को, मैं जो कुछ तूने दिया मैं इसको छोड़ रहा हूँ, और मैं तेरे पीछे चलने का डिसीजन ले रहा हूँ। वो एक बड़ी ग्रेटर कॉलिंग में जो है वो एंटर कर रहा था। उसी प्रकार जब परमेश्वर हमें ब्लेस करता है, हमें भी अपनी सेवा को अगले स्तर पे लेके जाना है। परमेश्वर हमें जब आशीषित करता है, ब्लेस करता है, हमें अपनी सेवाओं को अगले स्तर पे, अगले लेवल पे लेके जाना है। और हमने भी अपने जीवन में देखा कि हम भी एक व्यवसाय करते थे। 2018 में हम प्रभु के सेवकाई में आए, और 2022 में प्रभु ने हमें बोला कि तुम्हें फुल टाइम सेवकाई में आना है। वो ग्रेटर कॉलिंग में परमेश्वर ने हमें बुलाया, और हमने अपने व्यवसाय को जो है क्लोज डाउन किया। हमने बेचा नहीं उसको, बट हमने उसको बंद कर दिया। जिस प्रकार एलाइशा ने एलाइजा को फॉलो किया, उसने अपने बैलों को सब कुछ लेकर काट फूट के सब खत्म कर दिया, और उसके बाद एलाइजा को फॉलो करना शुरू किया। उसी प्रकार हमने भी अपने व्यवसाय को बंद करके हमने परमेश्वर को बोला, परमेश्वर अब हम पूरी रीति से फुल टाइम परमेश्वर तेरी सेवा में लगाने वाले हैं। और हमने अपने पिछले सालों में देखा कि जितना हम व्यवसाय में ब्लेस थे, उससे कई ज्यादा परमेश्वर ने अपनी सेवकाई में हमें ब्लेस किया है, हमें फलों को दिया है, और परमेश्वर ने हमें और ब्लेस किया है। അതുപോലെ നമ്മൾ ഒരു ഇതുകൂടെ പറഞ്ഞ് ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഹന്നയുടെ ലൈഫിൽ നോക്കിയാൽ, ഹന്ന അവൾക്ക് പിള്ളേരില്ലായിരുന്നു, പ്രാർത്ഥിച്ച് പിള്ളേരെ കിട്ടി. ആദ്യത്തെ കുഞ്ഞിനെ തന്നെ കർത്താവിൻ്റെ സേവയിലേക്ക് വിട്ടു. നമ്മൾ പലപ്പോഴും ഇപ്പം ഞാൻ കണ്ടുവരുന്ന പിള്ളേർക്ക് വേണ്ടി ആളുകൾ ഡിസയർ വെക്കുന്നത് കാനഡ വിടണം, അമേരിക്ക വിടണം, IAS കാരനാക്കണം, IPS കാരനാക്കണം, ഗവൺമെൻറ് ജോലി മേടിക്കണം. പക്ഷേ നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരു മോനെ ഇന്ന് തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് വെച്ചാൽ പിടിച്ചു വെക്കരുത്. പിന്നെ ചർച്ചിൻ്റെ സേവയ്ക്ക് വിട്ടാൽ ദിനവും രാത്രിയും ഇല്ലാതെ അവനെ മീഡിയയിൽ വിടണം, പ്രസംഗിക്കാൻ വിടണം, ഇവാഞ്ചലിസത്തിൽ വിടണം. ചിലർ സെർവിങ് എന്ന് പറഞ്ഞാൽ സൺഡേ പോയി 2 മണിക്കൂർ ഏതെങ്കിലും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ പോയി ഗിറ്റാറോ കീബോർഡോ അടിക്കുന്നതല്ല. അവനോട് പറയണം, നിന്നെ ബേസിക് ഒരു പഠിത്തം കൊടുക്ക്, എന്നിട്ട് അവരോട് പറ ഗ്രാജുവേഷൻ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ പറയണം, നീ ഇന്ന് മുതൽ സഭയിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സഭയിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സഭയിൽ അവർക്കങ്ങ് ഹാൻഡ് ഓവർ ചെയ്യുക. പറയുക ഇവനെ, കാരണം എലിയുടെ അമ്മയപ്പനെ മുന്നിൽ പോലും അല്ല. ഇന്ന് നിങ്ങൾ സെർവിങ്ങിന് വിട്ടാലും അവൻ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരും വീട്ടിൽ. പക്ഷെ അവനെ അവരുടെ വീട്ടിൽ അവൻ എന്തോ കഴിക്കുന്നത്, എന്തോ ഉടുക്കുന്നത്,
തണുപ്പത്ത് എന്തോ ചെയ്യുന്നു ഒന്നും അറിയത്തില്ല. മരിച്ചു പോവോ, പ്രീസ്റ്റ് അവനിട്ട് 2 കൊടുക്കുവോ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അതൊന്നും അറിയത്തില്ല. അവരങ്ങ് വിട്ടിട്ടങ്ങ് പോയി. അതിൽ നിന്നാണ് സാമുവൽ എന്ന് പറയുന്ന 2 രാജാക്കന്മാരെ കിങ് മേക്കർ ആയിട്ടുള്ള സൗലിനെയും ദാവൂദിനെയും, ഇസ്രായേലിന്റെ ഏറ്റവും ആദ്യത്തെ രാജാവിനെയും, യേശു കർത്താവ് വന്ന ആ ജീനിയോളജിയിലെ ദാവൂദിനെയും, ഇസ്രായേലിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇസ്രായേലിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ അക്വയർ ചെയ്ത, ഇസ്രായേലിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വർണം അക്വയർ ചെയ്ത, ടെമ്പിൾ പണിയാൻ വേണ്ടി സ്വർണം കൊടുത്ത സോളമൻ എന്ന് പറയുന്ന മകനെ കൊണ്ടുവന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രാജാവിനെ അനോയിന്റ് ചെയ്ത ആളാണ് സാമുവൽ. അതെല്ലാം ഹന്നയുടെ എനിക്ക് പറയുമ്പോൾ തന്നെ ആ കർത്താവിന്റെ അഭിഷേകം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതാ അമ്മയുടെ ഡിസിഷനാ, എൻ്റെ മോനെ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇപ്പൊ പലരും കൊടുക്കുന്നില്ല, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ റിലീസ് ചെയ്യണം, മക്കളെ റിലീസ് ചെയ്യണം, മോളെ റിലീസ് ചെയ്യണം കർത്താവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് പിന്നെയും ഹന്ന ഖാലിയായില്ല, അവർക്ക് ഒത്തിരി മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. ചില തിയോളജിയന്മാരും റബ്ബികളും പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹന്നയുടെ പെൽക്കന ഉണ്ടായിരുന്നു, ഹന്നയുടെ എൽക്കനയായിരുന്നു ഹസ്ബൻഡ്. പെനൈന അവൾ കുറച്ചാൾ കഴിഞ്ഞ് മരിച്ചതും അവളുടെ മക്കളെയും കൂടെ ഇവക്ക് കിട്ടിയെന്നോ പറയുന്നത്. എന്ന് വെച്ചാൽ മക്കളില്ലാത്തവരെ ദൈവം ഉത്തര മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. സോ സെർവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്, സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത്, ത്യാഗം ചെയ്യുന്ന സമയത്ത് ദൈവം അതിനെ അനുഗ്രഹിക്കും, അതിനെ വലിയ ലെവലിലേക്ക് കൊണ്ടുവരും. और जैसे एक और चीज बोल के मैं खत्म करूंगा, जैसे हम हन्ना के बारे में विषय में हम पढ़ते हैं, हन्ना बांझ थी, बट एक दिन जब वो मंदिर में गई, उसने परमेश्वर से बोला, परमेश्वर यदि तू मुझे पुत्र देगा तो मैं उस बच्चे को जो है तेरे कार्य के लिए, तेरी सेवकाई के लिए मैं अर्पित कर दूंगी. और उसी के बाद जब हन्ना ने वो वाचा को बांधा, परमेश्वर ने उसको ब्लेस किया, और हम जानते हैं कि हन्ना अपने वाचा में अड़ी और खड़ी रही. और उसके बाद हन्ना ने उस बच्चे को, सैमुअल को, परमेश्वर के राज्य के लिए छोड़ दिया. उसने उस भविष्यवक्ता, उस हाई प्रीस्ट के नीचे, एली के नीचे उसको छोड़ के आ गई, और बहुत ही बड़ा एक सैक्रिफाइस, जो बलिदान था, उसने चढ़ाया. आजकल का जो जनरेशन है, हम देखते हैं, अगर माँ ने बोला कि हाँ इसको मैं सेवा के लिए भेज रही हूँ, तो सेवा क्या है, वो सुबह जाएगा शाम को वापस आएगा, वो तो आपके घर में ही वापस आ रहा है. और बट हन्ना ने ऐसे नहीं किया. हन्ना ने बोला ये अब तेरे घर का ही है, तेरे मंदिर का ही है, ये वापस मेरे घर पे नहीं आएगा. हन्ना ने एक बहुत ही बड़ा बलिदान चढ़ाया. हन्ना को ये नहीं पता था कि मेरा बेटा जो है वो वहां पे परमेश्वर के भवन में क्या खाएगा, क्या पिएगा, कौन से कपड़े पहनेगा, याजक उसको सही रीति से उसको ट्रीट करेगा नहीं करेगा, वो मार खाएगा नहीं खाएगा, क्या होगा उसके साथ. हन्ना ने वो सब चिंता नहीं किया. हन्ना ने बोला मैं इसको छोड़ रही हूं, अब परमेश्वर के हाथों में है, परमेश्वर इसको कैसे इस्तेमाल करना चाहता है. हन्ना का एक बड़ा बलिदान था वहां पे. उसी कारण जो हन्ना ने बड़ा बलिदान किया, उसी कारण जो सैमुअल, जो भविष्यवक्ता के रूप में वो बड़ा हुआ, उस एली के नीचे अधीनता में उसने मिनिस्ट्री को सीखा, सेवकाई को सीखा. और उसने उस इजराइल के 2 जो राजा जो नियुक्त किए थे, दोनों राजाओं को सैमुअल ने ही अभिषेक किया. चाहे वो दाऊद राजा हो, चाहे वो सैमुअल हो, दोनों ने सैमुअल ने ही उन दोनों को अभिषेक किया. परमेश्वर का क्या प्रिविलेज था सैमुअल के ऊपर, वो सब इसीलिए हुआ क्योंकि हन्ना ने एक निर्णय लिया कि मैं अपने बेटे को परमेश्वर के राज्य के लिए छोड़ रही हूं. मैं आपको ये चुनौती देना चाहता हूं, अगर आपके 2 बच्चे हैं, आप निर्णय लो कि मैं एक बच्चे को जो है परमेश्वर के राज्य के लिए दे रहा हूं. वो अच्छी बात है कि आप कहते हैं मैं इसको IAS बनाऊंगा, IPS बनाऊंगा, डॉक्टर इंजीनियर बनाऊंगा, बहुत अच्छी बात है. बट आप ये निर्णय ले कि मैं एक बच्चे को जो है परमेश्वर के राज्य के लिए, सुसमाचार के लिए मैं अर्पित करूंगा. परमेश्वर आपको आशीषित करेगा. ഹല്ലേലൂയ. ഞാൻ അടുത്ത ആഴ്ച ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ ആഴ്ച ഒരു ദിവസം 300-400 രൂപയിൽ ഞങ്ങൾ സ്ട്രീറ്റ് എവാഞ്ചലിസത്തിൽ കൂടെ ഈ ട്രാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ കർത്താവിൻ്റെ ജീസസിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചും എല്ലാം എഴുതിയിരിക്കുന്നു, മറ്റേ സ്ഥലത്ത് ചർച്ചിനെ കുറിച്ചുള്ള ഇൻവിറ്റേഷനും അഡ്വർടൈസ്മെന്റും കാര്യങ്ങളുമാണ്. ഒരെണ്ണത്തിന് ₹1.30 ഒരു മാസം എനിക്ക് തോന്നുന്നു 15,000-20,000 മേളിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒത്തിരി ആളുകൾ കർത്താവിനെ അറിയുന്നു. ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത്. ഈ ചർച്ചിൽ ഇരിക്കുന്ന 700-750 പേരിൽ ഒരു 300 പേരെങ്കിലും സ്ട്രീറ്റ് ഇവാഞ്ചലിസിൽ കൂടെ വന്നവരാണ്. സോ ഞാൻ അങ്ങയുടെ കുടുംബത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, സ്ട്രീറ്റ് ഇവാഞ്ചലിസിൽ ഞങ്ങളുടെ കൂടെ പാർട്ണർ ചെയ്യുക. അങ്ങേ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിഷേകം, അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസവും മാസവും ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.